LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. എല്ലാവർക്കും നമസ്കാരം. ജ്യോതിർഗമയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരുടെയും സ്വന്തം ആർജെ കണ്ണൻ രാമചന്ദ്രൻ. എല്ലാ ഹൈന്ദവ ധർമ്മ വിശ്വാസികൾക്കും വളരെയധികം പ്രാധാന്യമേറിയ ഒരു ദിനമാണ് ഇന്ന് മകരമാസം 1-ാം തീയതിയാണ്. മകരവിളക്കാണെന്ന്. ശബരിമലയിൽ മകരജ്യോതി ദർശിക്കുന്നതിനും 18-ാം പടിയേറി അയ്യനെ കാണുവാനുമായി ധാരാളം ഭക്തർ ജനത്തിരക്കുകൾ കൂട്ടുന്നുണ്ടാവാം. എന്തായാലും ഈ മാസം വളരെയധികം നന്മയുടെ ഒരു മാസമാണ്. മകര സംക്രമ ദിനത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ജ്യോതിർഗമയിലൂടെ നല്ല പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ശാന്തിയും സമാധാനവുമുള്ള ലോക സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രകൃതി ഒരു വലിയ പൂന്തോട്ടമാണ്. പക്ഷി മൃഗാദികളും മനുഷ്യനുമെല്ലാം ആ തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ്. എല്ലാം ഒത്തുചേർന്ന് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും തരംഗങ്ങൾ പ്രസരിപ്പിക്കുമ്പോഴാണ് ഈ പൂന്തോട്ടം സൗന്ദര്യപൂർണമായി തീരുന്നത്. സകല മനസ്സുകളും സ്നേഹത്താൽ ഒന്നായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രകൃതിയാകുന്ന ഈ പൂന്തോട്ടത്തിലെ ഓരോ പൂവും ഒരിക്കലും വാടാതെ കൊഴിയാതെ നിത്യസുന്ദരമായി സൃഷ്ടിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കണം. പക്ഷേ ഇതിനായി നമ്മുടേതായ ചില ശ്രമങ്ങൾ നമ്മൾ നടത്താനുമുണ്ട്. നാം ജീവനില്ല എന്ന് ധരിച്ച് അവഗണിക്കുന്ന കല്ലിനോടും മണ്ണിനോടും പാറയോടും തടിക്കഷ്ണത്തോടും നാം ആദരവ് കാട്ടിത്തുടങ്ങണം. ജഡപദാർത്ഥങ്ങളായ അവരോട് സ്നേഹവും സഹതാപവും തോന്നിയാൽ പിന്നെ നമുക്ക് എല്ലാത്തിനെയും സ്നേഹിക്കുവാൻ സാധിക്കും. വൃക്ഷലതാദികളെയും പക്ഷികളെയും നദിയെയും പർവ്വതങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇവയോടൊക്കെ കരുണ കാട്ടാൻ നമുക്ക് സാധിക്കും. ഇത്രയുമായാൽ പിന്നെ സഹജീവികളായ മനുഷ്യരോട് കാരുണ്യ സ്വഭാവം ഉണ്ടാകുന്നതും വളരെ വേഗം തന്നെ ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രയത്നം ചെയ്യേണ്ടി വരികയുമില്ല. നമുക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനും ഇടമൊരുക്കി തന്ന കസേരയോടും പാറയോടും നന്ദിയുള്ളവരായിരിക്കേണ്ടത്. ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ ക്ഷമയോടെ സ്വന്തം മടിത്തട്ടൊരുക്കി തരുന്ന ഭൂമിയോട് കൃതജ്ഞത വേണ്ടേ? നമുക്ക് വേണ്ടി എത്ര പക്ഷികളാണ് മധുരഗാനങ്ങൾ പാടുന്നത്. നമുക്ക് വേണ്ടി വിരിയുന്ന പൂക്കളോടും തണൽ വിരിക്കുന്ന വൃക്ഷങ്ങളോടും നമുക്ക് വേണ്ടി ഒഴുകുന്ന നദികളോടുമെല്ലാം നാം കൃതജ്ഞതയോടുകൂടി പെരുമാറേണ്ടതാണ്. ഇത്രയുമായാൽ പിന്നെ നമുക്ക് നമ്മുടെ സഹജീവികളായ മനുഷ്യരോടും സ്നേഹമുണ്ടാകും. ഈ സ്നേഹത്തിന്റെ നല്ല വാക്കുകളിലൂടെ ആവട്ടെ ഇന്നത്തെ ജ്യോതിർഗമയുടെ തുടക്കം. ശാന്തിയും സമാധാനവും ഈ ലോകത്തിൽ പുകലരുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒന്നായി ശ്രമിക്കാം. എന്തായാലും ഒരു നല്ല ദിവസമായ ഇന്ന്, ശബരിമലയിൽ മകരസംക്രമ ദിവസമായ ഇന്ന്, അയ്യപ്പന്റെ നല്ലൊരു പാട്ടോടുകൂടി തന്നെയാവാം ഇന്നത്തെ ജ്യോതിർഗമയുടെ തുടക്കം. മകരവിളക്കേ മകരവിളക്കേ മലയിലെ ദിവ്യ മണിവിളക്കേ മഹിയിലെ മഞ്ജുള മണിവിളക്കേ മകരവിളക്കേ വിളക്കേ മകരവിളക്കേ മകരവിളക്കേ മലയിലെ ദിവ്യ മണിവിളക്കേ മഹിയിലെ മഞ്ജുള മണിവിളക്കേ മകരവിളക്കേ വിളക്കേ മകരക്കുളിരിൽ മലകൾ നിരത്തി മഞ്ഞിൻ പാളികൾ കർപ്പൂരം മകരക്കുളിരിൽ മലകൾ നിരത്തി മഞ്ഞിൻ പാളികൾ കർപ്പൂരം മായാസുതനായി കർപ്പൂരം പ്രഭാതരശ്മികൾ കുത്തി നിറുത്തി പൊന്നിൻ ചന്ദന തിരികൾ പ്രഭാതരശ്മികൾ കുത്തി നിറുത്തി പൊന്നിൻ ചന്ദന തിരികൾ പൊന്നിൻ ചന്ദന തിരികൾ മകരവിളക്കേ മകരവിളക്കേ
മഹാതപസിൽ വസിക്കും മലയുടെ മിഴികൾ തുറക്കും വിളക്കേ, മഹാതപസിൽ വസിക്കും മലയുടെ മിഴികൾ തുറക്കും വിളക്കേ, മിന്നി തെളിയും മണിവിളക്കേ, മനസ്സിനുള്ളിൽ തമസ്സു മാറ്റി മഹത്വമേകും വിളക്കേ, മനസ്സിനുള്ളിൽ തമസ്സു മാറ്റി മഹത്വമേകു വിളക്കേ, മലയിൽ തെളിയും ഒളിയേ, പൊന്നമ്പലമലയിൽ തെളിയും ഒളിയേ, മകരവിളക്കേ മകരവിളക്കേ, മലയിലെ ദിവ്യ മണിവിളക്കേ, മഹിയിലെ മഞ്ജുള മണിവിളക്കേ, മകരവിളക്കേ വിളക്കേ, മകരവിളക്കേ. You're listening ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ ജ്യോതിർഗമയ. ഞാൻ കണ്ണൻ രാമചന്ദ്രൻ. അപ്പോൾ ശാന്തിയും സമാധാനത്തിന്റെയും നല്ല പാഠങ്ങളിലൂടെയായിരുന്നു നമ്മൾ ജ്യോതിർഗമയുടെ തുടക്കം കുറിച്ചത്. ഇന്ന് മകരമാസം 1-ാം തീയതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാർ പറയും മകരസംക്രാന്തി ദിനമാണെന്ന്. അതെ, സൂര്യന്റെ ഒരയനം കൂടി കഴിയുകയാണ് ഇവിടെ. പന്തളം രാജാവ് മണികണ്ഠന് നൽകിയതാണ് തിരുവാഭരണങ്ങൾ. തിരുവാഭരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത്. തിരുവാഭരണം 3 പെട്ടികളിലായാണ് സൂക്ഷിക്കുന്നത്. 1-ാമത്തെ പെട്ടിയിൽ കിരീടത്തോടു കൂടിയ തിരുമുഖം, വാൾ, ചുരിക, അരപ്പട്ട, ശരപ്പുള്ളിമാല, വില്ലുതളമാല, എരിക്കിൻ പൂമാല, നവരത്ന മോതിരം, പൂർണ്ണ, പുഷ്കല, ആന, കുതിര എന്നിവകളാണ്. 2-ാമത്തെ പെട്ടിയിൽ തങ്കത്തിൽ നിർമ്മിച്ച കലശക്കുടമാണ്. 3-ാമത്തെ പെട്ടിയിൽ സ്വർണ്ണക്കുമലുകളോട് കൂടിയ ചുവപ്പ്, കറുപ്പ് എന്ന നിറങ്ങളിലുള്ള 2 കൊടികളുണ്ട്. നെറ്റിപ്പട്ടം, തിടമ്പിന്റെ ഉറ എന്നിവയാണ്. ജനുവരി 12-ാം തീയതി ഉച്ചയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത്. തിരുവാഭരണം പുറത്തേക്കെടുക്കുന്നതിന് മുൻപ് നടയടച്ച ശേഷം വലിയ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ പൂജകളും ദീപാരാധനയും നടത്തും. തുടർന്ന് പൂമാലകൾ ചാർത്തി നീരാഞ്ജനമൊഴിഞ്ഞ് പേടകങ്ങൾ അടച്ച് ഘോഷയാത്ര സജ്ജമാക്കും. ഈ സമയം പൂജിച്ച ഉടവാൾ മേൽശാന്തി വലിയ തമ്പുരാന് നൽകും. വാൾ സ്വീകരിച്ച് വലിയ തമ്പുരാൻ മേൽശാന്തിക്ക് പണക്കിഴി നൽകും. ഉടവാൾ പിന്നീട് തമ്പുരാൻ പ്രതിനിധിക്ക് കൈമാറും. തിരുവാഭരണ പേടകങ്ങൾ തലയിലേന്തി വഹിക്കുന്നത് മുഖ്യപ്രതിനിധി ഉൾപ്പെടെ 18 അംഗങ്ങൾ അടങ്ങിയ ഒരു സംഘമായിരിക്കും. വലിയ തമ്പുരാൻ ഭസ്മം നൽകി അവരെ അനുഗ്രഹിക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. തുടർന്ന് ശരണം വിളികളോടെ പേടകങ്ങൾ ഒന്നൊന്നായി നിയോഗിക്കപ്പെട്ടവർ തലയിലേറ്റും. ഈ സമയം ശ്രീകൃഷ്ണ പരുന്ത് 3 തവണ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കും. വാദ്യമേളങ്ങളുടെയും അയ്യപ്പ ഭക്തന്മാരുടെ അകമ്പടിയോടെയുമാണ് പിന്നീടുള്ള യാത്ര. തൊട്ടു പിന്നാലെ പല്ലക്കിൽ വലിയ തമ്പുരാന്റെ ഒരു പ്രതിനിധിയും തിരുവാഭരണത്തെ അനുഗമിക്കും. ഇതാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുൻപ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം പുരാതന കാലത്ത് തന്നെ തുടങ്ങിവെച്ച അതേ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്നും ആചരിക്കപ്പെടുന്നത്. ആ ദിവസം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ജനസാഗരമായി മാറും. അവിടെ ശരണം വിളികളും ശരണഘോഷങ്ങളും മാത്രമായിരിക്കും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളിൽ ആ അന്തരീക്ഷം മുഴങ്ങി നിൽക്കുമ്പോൾ, ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ടു പറക്കുമ്പോൾ, ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ച് ആ തിരുവാഭരണ പേടകങ്ങൾ ശബരിമലയ്ക്ക് യാത്ര തുടങ്ങുകയാണ്. ഇതെല്ലാവരുടെയും ഓരോരോ മനസ്സിലുള്ള വികാരമാണ്. അയ്യപ്പസ്വാമിയെ കാണുവാനുള്ള കൊതിയോടുകൂടി എല്ലാവരും ശബരിമലയുടെ പടികൾ കയറി എത്തുമ്പോൾ അവിടെ സ്വാമി പറഞ്ഞു തരുന്നത് തത്വമസി എന്നാണ്. നിന്റെ ഉള്ളിൽ തന്നെ ഞാനിരിക്കുന്നു, അതിനെ നീ അറിയുവാൻ ശ്രമിക്കുക. മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ, മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ, നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും. അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ.
തത്വമസിക്കു പൊരുൾ പടവാം പടിപതിനെട്ടും കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ തത്വമസിക്കു പൊരുൾ പടവാം പടിപതിനെട്ടും കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ ഉൾത്തുടി കൊട്ടും നൃത്തമുതിർക്കും എന്നെ മറക്കും ഞാൻ ഉറഞ്ഞു പാടും തമസോമാ ജ്യോതിർഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ തിരുനാളമുതിർക്കും സൗവർണപ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോ കർപ്പൂരത്തിരിനാളമുതിർക്കും സൗവർണപ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോ ഉദിക്കയാണെൻ മനസ്സിൽ നിന്നുടെ തേജോരൂപം ഞാൻ ഉണർന്നു പാടും മൃത്യോർമാമൃതം ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ, The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ ജ്യോതിർഗമയ. ഞാൻ കണ്ണൻ രാമചന്ദ്രൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവാഭരണ ഘോഷയാത്രയെ പറ്റിയായിരുന്നു. അങ്ങനെ ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഘോഷയാത്ര കുളനട, ഉള്ളന്നൂർ, ആറന്മുള, കോഴഞ്ചേരി വഴി ഐരൂർ ക്ഷേത്രത്തിലെത്തി അന്ന് അവിടെ വിശ്രമിക്കും. പിറ്റേ ദിവസം ഇടപ്പാവൂർ, റാന്നി, ഇടംകുളം, വടശ്ശേരിക്കര വഴി ലാഹയിലെത്തി അവിടെ തങ്ങും. മൂന്നാം ദിവസമായ ജനുവരി 14 തീയതി നിലയ്ക്കൽ, കൊല്ലമൊഴി, പുളിയാമ്പുഴ, വലിയാനവട്ടം വഴി ചെറിയാനവട്ടത്തെത്തി നീലിമല കയറി വൈകുന്നേരം ശരംകുത്തിയിലെത്തും. തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന തമ്പുരാൻ ചെറിയാനവട്ടത്ത് താമസിച്ച് ജനുവരി 16 അഥവാ മകരം 3 മാത്രമേ മല കയറുകയുള്ളൂ. ശരംകുത്തിയിലെത്തുന്ന തമ്പുരാനെ മേൽശാന്തിയും സംഘവും രാജോചിതമായി സ്വീകരിച്ച് സന്നിധാനത്തിലേക്ക് ആനയിക്കും. അവിടെ മേൽശാന്തി തമ്പുരാന്റെ കാൽ കഴുകി 18ാം പടിയിൽ ഉടയ്ക്കുവാനുള്ള നാളികേരം നൽകും. 18ാം പടി കയറി ദർശനം നടത്തിയ ശേഷം തമ്പുരാൻ മാളികപ്പുറത്തേക്ക് പോകും. തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയാൽ അവിടെ അധികാരികൾ ഘോഷയാത്രയെ എതിരേറ്റ് സന്നിധാനത്തേക്ക് ആനയിക്കുകയാണ്. വെളിച്ചപ്പാട്, തീവെട്ടി, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് അവിടെ നിന്നുള്ള വരവ്. തിരുവാഭരണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരുന്ത് വാനിൽ വട്ടമിട്ടു പറക്കുന്നത് കണ്ട് ഭക്തജനങ്ങൾ ശരണഘോഷം മുഴക്കുന്നു. തിരുവാഭരണം പൊന്നു 18ാം പടിയും കടന്ന് മുകളിലെത്തി ശബരിമലയും സന്നിധാനവും ഭക്തിസാഗരത്തിൽ ആറാടുകയാണ്. ആ നിമിഷത്തിൽ നെയ്യുടെയും കർപ്പൂരത്തിന്റെയും ചന്ദനധൂപത്തിന്റെയും സുഗന്ധം അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കും. കുങ്കുമവർണ്ണ മേഘങ്ങൾ പോലെ ഭക്തലഹരിയിൽ ലയിച്ചു നിൽക്കുന്നതായി കാണുവാൻ നമുക്ക് സാധിക്കും. ആ നിമിഷത്ത് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം മാത്രം. സ്വാമിയെ കാണുവാനും സ്വാമിയുടെ
തിരുവാഭരണത്തെ ദർശിക്കുവാനുമായി ധാരാളം ഭക്തജനങ്ങൾ അവിടെ കൂടി നിന്നിട്ടുണ്ടാവും. അവരുടെ എല്ലാവരുടെയും ചിന്ത ഒന്നിൽ മാത്രമായി നിലകൊള്ളും, സ്വാമിയിൽ മാത്രമായിട്ട്. പിന്നെ അവർക്കൊന്നു മാത്രം കാണണം, അങ്ങ് പൊന്നമ്പലമേട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ജ്യോതി സ്വരൂപത്തെ. ആ ജ്യോതി സ്വരൂപത്തെ ദർശിക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിനങ്ങളെല്ലാം തന്നെ നൊയമ്പു നോറ്റ് ശബരിമല കയറി വന്നത് എന്നുള്ള സത്യം അവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും എല്ലാത്തിൻ്റെ അവസാനം തത്വമസിയിൽ മാത്രമാണെന്നാണ് അയ്യപ്പസ്വാമി നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും മാത്രം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. കലിയുഗവരദ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ. കലിയുഗവരദ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ. കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നേരം. കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നേരം. കായബലം പാദബലം കായബലം പാദബലം ഭക്തജനപ്രിയനേ. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. ഹരിഹരനന്ദന നിരഗതിരുളിയ ഹരിഹരനന്ദന നിരഗതിരുളിയായി ഞങ്ങളിലുണരേണം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്ര അയ്യപ്പ ശരണം. നമിച്ചിടുന്നേനടിയനൊരാ
അടിയനൊരാശ്രയമെന്നും നീ മാത്രം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രയ്യപ്പ ശരണം. You're listening ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ കണ്ണൻ രാമചന്ദ്രൻ. നമ്മൾ മകരവിളക്കിനെ കുറിച്ചും ശബരിമലയിലെ വിശേഷങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ശരണഘോഷങ്ങൾ മുഴക്കി ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ടു പറക്കുമ്പോൾ അങ്ങ് ശബരിമലയിൽ എത്തിച്ചേർന്ന തിരുവാഭരണം ഭഗവാന്റെ കമനീയ രൂപത്തിൽ ചാർത്തുന്ന ആ നിമിഷങ്ങളിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് നട തുറക്കുന്നു. കർപ്പൂര ദീപനാളങ്ങൾ കൊണ്ട് സന്നിധാനം സ്വർണപ്രഭയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആ ധന്യമുഹൂർത്തം വന്നെത്തുവാനായി ഭക്തർ കാത്തു നിൽക്കും. അങ്ങ് കിഴക്കേ വാനിൽ മകരനക്ഷത്രം ഉദിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ധർമ്മശാസ്താവിന്റെ ജന്മനക്ഷത്രമായ ഉത്രം നക്ഷത്രമാണെന്നും വിശ്വാസമുണ്ട്. ഉത്തിര ഫൽഗുനി നക്ഷത്രവ സ്വർണരജത താമ്ര ചന്ദ്രനാധികൃത പ്രതിമായാം ശാസ്താരം പൂജയത് എന്നാണ് മന്ത്രം. നിമിഷങ്ങൾ കടന്നു പോകുന്ന മാത്രയിൽ അതാ പൊന്നമ്പലമേടെന്ന് പറയുമ്പോൾ കാന്തമലയുടെ കിഴക്കുഭാഗത്ത് മകരജ്യോതി തെളിഞ്ഞു നിൽക്കും. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ജ്യോതി മിന്നിമറയുന്നു. ശബരീശ സന്നിധിയിൽ നിന്ന് നോക്കിയാൽ പൊന്നമ്പലമേട്ടിൽ കിഴക്കൻ ചക്രവാളത്തെ ചുംബിച്ചു നിൽക്കുന്നത് പോലെയാണ് ജ്യോതി തെളിയുന്നത്. 18 മലകൾ ഉൾക്കൊള്ളുന്ന പൂങ്കാവനത്തിന്റെ കിഴക്കേ അതിരുകൂടിയാണ് പൊന്നമ്പലമേട്. പുൽമേട്, പാണ്ടിത്താവളം, പ്ലാപ്പള്ളി, അട്ടത്തോട്, ശരംകുത്തി, നീലിമല, മരക്കൂട്ടം, ഹിൽ ടോപ്പ്, ചാലക്കയം എന്നിവിടങ്ങളിലെല്ലാം ശരണഘോഷങ്ങളാൽ മുഴങ്ങി നിൽക്കുന്ന സമയത്ത് ശബരിമല ഒരു ആധ്യാത്മിക സ്വർഗമായി മാറുകയാണ്. ഈ അത്ഭുത കാഴ്ചകൾ കാണുവാൻ ധാരാളം ഭക്തജനങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കാത്തു നിൽക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു നിമിഷം സ്വാമിയുടെ സന്നിധിയിൽ പൂർണ്ണമായും അർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് കടക്കുന്ന ധന്യമുഹൂർത്തമാണ് മകരസംക്രമം. മകരസംക്രമം മുതൽ കർക്കടക സംക്രമം വരെയുള്ള കാലം സൂര്യന്റെ വടക്കോട്ടുള്ള ഗതിയാണ്, അതായത് ഉത്തരായന കാലം. കർക്കടക സംക്രമം മുതൽ മകരസംക്രമം വരെയുള്ള കാലം സൂര്യന്റെ തെക്കോട്ടുള്ള ഗതിയാണ്, അതായത് ദക്ഷിണായന കാലം. ഉത്തരായന കാലം പുണ്യാദി കർമ്മങ്ങൾക്കെല്ലാം ഉത്തമമാണ്. അതിനുള്ള കാലം തുടങ്ങുന്നത് സ്വാമിയുടെ ശരണഘോഷങ്ങളോടുകൂടി ആ മകരസംക്രമ ദീപം തെളിയുന്ന നിമിഷത്തിലാണ് ഉത്തരായനം തുറന്നു നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പിന്നീടുള്ള എല്ലാ സമയങ്ങളും പുണ്യാദി കർമ്മങ്ങൾക്കായി നമ്മൾ ഹൈന്ദവ വിശ്വാസികൾ കാത്തുവെക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നതും ഈ ഉത്തരായന കാലത്തിലാണ്. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. രത്നം ചാത്തിയ നിൻ തിരുമാറിൽ ദശപുഷ്പങ്ങളണിയും നിൻ തിരുമുടിയിൽ, അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം. ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം.
ഭക്ത മാനസ പൂന്തേനുറവാലഭിഷേകം നിറച്ച പഞ്ചാമൃതത്താൽ അഭിഷേകം അതിൽ നിത്യശോഭയണിയുന്നു നിന്ദേഹം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം ശുദ്ധ കളഭചന്ദനങ്ങളാൽ അഭിഷേകം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. ಕಾನನವಾಸ ಕಲಿಯುಗ ವರದ ಕಾನನವಾಸ ಕಲಿಯುಗ ವರದ ಕಾಲ್ತಳಿರಿನ ಕೈ ತೊഴുന്നേ നിൻ കാൽത്തളിരിന കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽത്തളിരിന കൈ തൊഴുന്നേ നിൻ കാൽത്തളിരിന കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ.
നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം, നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം, നിർവൃതികരം നിൻ നാമസങ്കീർത്തനം, അസുലഭ സാഫല്യം നിൻ വരദാനം, അടിയങ്ങൾക്കവലംബം നിൻ സന്നിധാനം. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽത്തളിരീണ കൈ തൊഴുന്നേ നിൻ, കാൽത്തളിരീണ കൈ തൊഴുന്നേ നിൻ, കേശാദിപാദം തൊഴുന്നേ. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ. കാനന വേണുവിൽ ഓംകാരമുണരും, കാനന വേണുവിൽ ഓംകാരമുണരും, കാലത്തിൽ താലത്തിൽ നാളങ്ങൾ വിടരും, കാണാത്ത നേരത്തും കാണണമെന്നൊരു മോഹവുമായി നിന്നരികിൽ വരും. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽത്തളിരീണ കൈ തൊഴുന്നേ നിൻ, കാൽത്തളിരീണ കൈ തൊഴുന്നേ നിൻ, കേശാദിപാദം തൊഴുന്നേ. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ ജ്യോതിർഗമയ. അങ്ങനെ മകരവിളക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മകരവിളക്കെന്ന് പറയുന്നത് മകരസംക്രമ പൂജ കഴിഞ്ഞ് രാത്രി മാളികപ്പുറത്തമ്മ മണിമണ്ഡപത്തിൽ നിന്നും ആനപ്പുറത്ത് എല്ലാവിധ അലങ്കാരങ്ങളോടും കൂടി വിളക്കെഴുന്നള്ളിക്കുന്നതാണ്. മാളികപ്പുറത്തമ്മ മണ്ഡപത്തറയിൽ ശാർദൂലാതിരൂഢനായ ശാസ്താവിന്റെ രൂപം വരിച്ച് പ്രത്യേക പൂജകൾ ചെയ്ത് പാട്ടും നടത്തുന്നു. അവിടെ നിന്നാണ് വിളക്കിന് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. 18ാം പടിക്കൽ എഴുന്നള്ളി എത്തുമ്പോൾ അവിടെ നിലപാട് നിന്ന് പള്ളി നായാട്ട് വിളിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരു വിളി നടത്തുന്നു. അവിടെ നിന്ന് മാളികപ്പുറത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. മാളികപ്പുറത്ത് നിന്നും വാദ്യമേളങ്ങളോടെ ശരംകുത്തിയിലേക്കുള്ള യാത്ര വളരെയധികം ആനന്ദകരമായ ഒന്നാണ്. അത് നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. പക്ഷേ ശരംകുത്തിയിലെ കന്നിക്കെട്ടുകാരുടെ ശരങ്ങൾ കണ്ട് ഈ വർഷവും അയ്യപ്പൻ തന്നെ വിവാഹം കഴിക്കുകയില്ലെന്ന നിരാശയോടെ മാളികപ്പുറത്തമ്മയുടെ തിരിച്ചുവരവ് ദുഃഖകരമായ ഒരു കാഴ്ചയുമാണ്. അപ്പോൾ വാദ്യമേളങ്ങളൊന്നുമില്ലാതെ മൗനമായിട്ടാണ് തിരിച്ചു പോകുന്നത്. മകരവിളക്ക് കഴിഞ്ഞ് 3ാം ദിവസം പൊൻചുരിക ചാർത്തി കണ്ട് തൊഴുന്നത് വളരെയധികം വിശേഷകരമാണ്. 7ാം ദിവസമാണ് മാളികപ്പുറത്ത് വനദേവതകൾക്ക് വേണ്ടി കുരുതി നടത്തുന്നത്. ശരിക്കും ധർമ്മശാസ്താവിന്റെ എല്ലാ രൂപങ്ങളും എന്ന് പറയുമ്പോൾ കുളത്തൂപ്പുഴയിൽ ബാല്യരൂപത്തിലും, ആര്യൻകാവിൽ കൗമാരരൂപത്തിലും, അച്ഛൻ കോവിൽ ഗൃഹസ്ഥനായും, ശബരിമലയിൽ സന്യാസം എന്നിങ്ങനെയാണ് ശാസ്താവിന്റെ പല അവസ്ഥകളിലുള്ള ക്ഷേത്രങ്ങൾ. കാന്തമലയിൽ വാനപ്രസ്ഥമാണെന്നാണ് സങ്കല്പം. അവിടെയാണ് നമ്മുടെ മകരജ്യോതി തെളിയുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ പുറപ്പെടാശാന്തിയായി ഓരോ മേൽശാന്തിയും ശബരിമലയിൽ എപ്പോഴും ഉണ്ടാകും. പുതിയ മേൽശാന്തിയുടെ സ്ഥാനാരോഹണം നടക്കുന്നത് ഓരോ വർഷവും നടക്കുന്നത് തുലാമാസം 30ാം തീയതി വൈകുന്നേരങ്ങളിലാണ്. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഒറ്റ കലശം പൂജിക്കും. സോപാനത്തിൽ നിലവിളക്കിനു മുൻപിൽ പീഠത്തിൽ മേൽശാന്തിയെ ഇരുത്തി തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കലശാഭിഷേകം നടത്തും. പിന്നീട്
കൈപിടിച്ച് ശ്രീകോവിലെത്തിച്ച് അയ്യപ്പ വിഗ്രഹത്തിന് സമീപം ഇരുത്തും. അതിനുശേഷം അയ്യപ്പന്റെ മൂലമന്ത്രവും പൂജാവിധികളും പറഞ്ഞുകൊടുക്കും. അന്നു രാത്രിയിൽ ഹരിവരാസനം ചൊല്ലി നടയടച്ച ശേഷം പഴയ മേൽശാന്തി ശ്രീകോവിലിന്റെ താക്കോൽ ക്ഷേത്ര മാനേജർക്ക് കൈമാറും. മാനേജർ അത് പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കും. വൃശ്ചികം 1-ാം തീയതിയിലെ പുലരിയിൽ ക്ഷേത്രനട തുറക്കുന്നത് പുതിയ മേൽശാന്തിയാണ്. ഇതൊക്കെയാണ് ശബരിമലയിലെ ചില ചടങ്ങുകൾ. ഇങ്ങനെ ധാരാളം ഹൈന്ദവ സംസ്കാരങ്ങളുടെ ഉള്ളറിവുകളെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ധാരാളം ചടങ്ങുകൾ ശബരിമലയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളില്ലായിരിക്കാം. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ശബരിമലയിലേക്ക് പോകുമ്പോൾ ചെയ്യരുതെന്നും ശബരിമലയിലെ ചില പ്രത്യേക ആചാരങ്ങളെ നമ്മൾ അനുസരിക്കണമെന്നും പൂർവികർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ആധുനികതയുടെ കാലത്ത് നമ്മൾ പലതിനെയും ചോദ്യം ചെയ്തു പോകുമ്പോൾ നമ്മുടെ പൂർവികർ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകാൻ ശ്രമിക്കുകയല്ല, മനഃപൂർവ്വം മറക്കുവാൻ ശ്രമിക്കുകയാണ്. സ്വാമിയുടെ ഒരു നല്ല കീർത്തനം കൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു നിരവധി ലക്ഷം ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു നിരവധി ലക്ഷം ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ. കൃഷ്ണവർണ്ണ വസനമണിഞ്ഞു കൃഷ്ണ തുളസി മാലയണിഞ്ഞു, കൃഷ്ണവർണ്ണ വസനമണിഞ്ഞു കൃഷ്ണ തുളസി മാലയണിഞ്ഞു, കരുണത്തേന്മഴ പൊഴിയും നിന്നുടെ കടാക്ഷമേൽക്കാൻ ഭക്തർ വരുന്നു. കടലലകൾ പോൽ വരുന്നു വരുന്നു വരുന്നു. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു നിരവധി ലക്ഷം ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ. ശരണം വിളിയാം കീർത്തനമലരുകൾ സരണികൾ തോറും ഭക്തിയിൽ വിതറി, ശരണം വിളിയാം കീർത്തനമലരുകൾ സരണികൾ തോറും ഭക്തിയിൽ വിതറി, ഇരുമുടിക്കെട്ടും തലയിലെടുത്തു പരാപരാ നിൻ ഭക്തർ വരുന്നു. വരനദികൾ പോൽ വരുന്നു വരുന്നു വരുന്നു. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു നിരവധി ലക്ഷം ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഹര ഹര ഭോലേ നമഃ ശിവായ. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഭക്തിയുടെ നിറവിൽ ലണ്ടൻ മലയാളം റേഡിയോ. മുറിവിൽ നിന്നൊഴുകും രക്തമെന്നും കേൾവിയിലൂടെ മനസ്സുകൾ ഭക്തിസാന്ദ്രമാകട്ടെ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നിന്നെ കണ്ടു കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ, നിന്നെ തൊഴുത് തൃപ്തിയടഞ്ഞ കൈയുകളുണ്ടോ, നിന്നെ കുമ്പിട്ടാശ
ശമിച്ച ശിരസുകളുണ്ടോ? നിന്റെ നാമം പാടി മടുത്തൊരു നാവുകളുണ്ടോ? അയ്യപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പ, നിന്നെ കണ്ട് കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ? നിന്നെ തൊഴുത് തൃപ്തിയടഞ്ഞ കൈയുകളുണ്ടോ? കണ്ടാൽ മതി വന്നിടുമോ നിന്നുടെ കോമളരൂപം? കേട്ടാൽ മതി വന്നിടുമോ നിന്നുടെ കീർത്തനജാലം? കടുപ്പമണെന്നാലും കേറും കരിനീലാദ്രികളിൽ മടുപ്പു വന്നിടുമോ മണികണ്ഠ ചവിട്ടുവാൻ വീണ്ടും? അയ്യപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പ, നിന്നെ കണ്ട് കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ? നിന്നെ തൊഴുതു തൃപ്തിയടഞ്ഞ കൈയുകളുണ്ടോ? ഒരിക്കൽ നിന്മല പൊന്മല പൂകിയ ഭക്തനു വീണ്ടും പൊരുക്കമല്ലേ ഭഗവാനെ പൊൻപടികൾ കേറിട? തുടിച്ചിടും നിൻ ചൈതന്യ പാലാഴിയിലെ പൂന്തേൻ തിരകളിൽ മുങ്ങി കുളിക്കുവാൻ കൊതിയില്ലാത്തവരുണ്ടോ? അയ്യപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പ, നിന്നെ കണ്ട് കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ? നിന്നെ തൊഴുതു തൃപ്തിയടഞ്ഞ കൈയുകളുണ്ടോ? നിന്നെ കുമ്പിട്ടാശ ശമിച്ച ശിരസുകളുണ്ടോ? നിന്റെ നാമം പാടി മടുത്തൊരു നാവുകളുണ്ടോ? അയ്യപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പ, സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോ ജ്യോതിർഗമയാണ്. അങ്ങനെ മകരവിളക്കിന്റെ സമാപന ചടങ്ങുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. മകരവിളക്ക് തീർത്ഥാടന സമാപന ദിവസം കുരുതിയുടെ പിറ്റേ ദിവസം വെളുപ്പിന് പന്തളത്തും തമ്പുരാൻ സോപാനത്തിൽ എത്തിച്ചേർന്ന് അയ്യപ്പനെ വണങ്ങുന്നു. ഇതു കഴിഞ്ഞ് മേൽശാന്തി ശ്രീകോവിലടച്ച് താക്കോൽ തമ്പുരാനെ ഏൽപ്പിക്കും. ഒരു വർഷത്തെ പൂജയുടെ മിച്ചമായി ഒരു പണക്കിഴി തമ്പുരാൻ നൽകും. അടുത്ത തീർത്ഥാടനം വരെയുള്ള ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കണമെന്ന അഭ്യർത്ഥനയോടെ തമ്പുരാൻ മേൽശാന്തിക്ക് താക്കോൽ തിരിച്ചു നൽകും. കൂടെ ചെലവിനായി ഒരു പണക്കിഴിയും നൽകും. പന്തള രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മാളികപ്പുറത്ത് നടത്തുന്ന കുരുതി ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താനാണ്. പണ്ട് മൃഗങ്ങളെ ആയിരുന്നു കുരുതി കഴിച്ചിരുന്നത്. ഇന്ന്
അതിന്റെ പ്രതീകമായി കുമ്പളങ്ങ മുറിച്ചാണ് കുരുതി നടത്തുന്നത്. കുമ്പളങ്ങ, വെള്ളരിക്ക ഇവയൊക്കെ മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ളതായിട്ടാണ് ഗണിക്കുന്നത്. ഇവയിലെ ജലത്തെ രക്തമായിട്ടാണ് കരുതുന്നത്. മണ്ണിമണ്ഡപത്തിനു മുന്നിൽ കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ച് പ്രത്യേകം തയ്യാർ ചെയ്യുന്ന മണ്ഡപത്തിലാണ് കുരുതി നടക്കുന്നത്. മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും കൊണ്ട് കളം വരച്ച് നിലവിളക്കുകൾ കൊളുത്തി മലദൈവങ്ങളെ ധ്യാനിച്ച് കുമ്പളങ്ങ ഒരുക്കി വെച്ച് തീപ്പന്തങ്ങൾ തെളിയിക്കും. കുറുപ്പ് ഭക്തിയിൽ ഉറഞ്ഞു തുള്ളും. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്തു കലക്കിയുണ്ടാക്കിയ നിണം ബലി തൂകും. പിന്നീട് പന്തളത്ത് തമ്പുരാൻ അയ്യപ്പ സന്നിധിയിൽ ദർശനം നടത്തും. ഈ സമയം വേറൊരു ഭക്തരെയും സന്നിധിയിൽ ദർശനത്തിന് അനുവദിക്കുകയില്ല. നടയടയ്ക്കുന്നതിന് മുൻപ് ഭഗവാനെ ഭസ്മാഭിഷേകം നടത്തും. തലയിൽ നേരിതുകൊണ്ട് കെട്ടും. ജപമാലയും വടിയും വില്ലും ശരവും അണിയിക്കും. തമ്പുരാൻ ദർശനം നടത്തി കഴിഞ്ഞാൽ മേൽശാന്തി ഹരിവരാസനം ചൊല്ലി നടയടച്ച് താക്കോൽ കൈമാറും. താക്കോലും പണക്കിഴിയും തിരികെ മേൽശാന്തിക്ക് നൽകിയിട്ട് തമ്പുരാൻ തിരുവാഭരണങ്ങളുമായി പടിയിറങ്ങുന്നതോടെ തീർത്ഥാടന കാലത്തെ ചടങ്ങുകൾ പൂർത്തിയാകും. പന്തളത്തേക്കുള്ള മടക്കയാത്രയിൽ വൈകുന്നേരം തിരുവാഭരണങ്ങൾ റാന്നി പെരുന്നാട് ക്ഷേത്രത്തിൽ ചാർത്തും. ശബരിമല കഴിഞ്ഞാൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തുന്നത് പെരുന്നാട്ടിൽ മാത്രമാണ്. ഇതോടുകൂടി ഒരു മണ്ഡലകാലം അവസാനിക്കുകയാണ്. ഓരോ ആചാരങ്ങളും നമുക്ക് കരുതി വെച്ചിരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ശാന്തിയുടെ, സമാധാനത്തിന്റെയും ലോകസൃഷ്ടിക്ക് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന നല്ല പാഠം പഠിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ജ്യോതിർഗമയ തുടങ്ങിയത്. ഇന്ന് മകരസംക്രമ ദിവസമാണ്. ഇന്ന് ഈ നിമിഷം കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുക. നമുക്ക് മാറുവാൻ സാധിക്കും. ഈശ്വരകൃപ നമ്മിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും എല്ലാ കളങ്കങ്ങളും ഒഴുകിപ്പോകണം. അഹങ്കാരവും സ്വാർത്ഥതയും പെരുകി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാം, ജനങ്ങളെ പീഡിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാം. യുദ്ധത്തിൽ ഭ്രമിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിക്കും സുഖവും സ്വസ്ഥതയും ലഭിച്ചിട്ടില്ല. ഓരോ പ്രഭാതത്തിലും പുതിയൊരു സൂര്യോദയമാണ് നാം കാണുന്നത്. കാരണം രാത്രിയിൽ നാം എല്ലാം മറന്നുറങ്ങുമ്പോൾ മരണം ഉൾപ്പെടെ എന്തു വേണമെങ്കിലും സംഭവിക്കാം. കെട്ടുപാടൊന്നും സംഭവിക്കാതെ ശരീരവും മനസ്സും പഴയതുപോലെ പ്രവർത്തിക്കുവാൻ അനുഗ്രഹം തരുന്ന ആ മഹാശക്തിയോട് നമ്മൾ ആരെങ്കിലും നന്ദി പറയാറുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരോടും എല്ലാത്തിനോടും നമുക്ക് നന്ദി വേണം. കാരുണ്യമുള്ളവർക്കേ നന്ദിയുള്ളവരാകുവാൻ കഴിയുമെന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർമ്മിക്കണം. പോയ നൂറ്റാണ്ടുകളിൽ മനുഷ്യർ നടത്തിയ യുദ്ധങ്ങളും നരഹത്യയും അതുമൂലം നിരപരാധികൾ ഒഴുക്കിയ കണ്ണീരിനും കണക്കും കയ്യും ഒന്നും തന്നെയില്ല. എന്തിനായിരുന്നു എല്ലാം എന്ന് നോക്കുമ്പോൾ എല്ലാം പിടിച്ചടക്കുവാൻ വേണ്ടിയാണ്. ധനത്തിനോടും പ്രശസ്തിയോടുമുള്ള അത്യാർത്തി തീർക്കാൻ മാനവരാശി എണ്ണിയാലൊടുങ്ങാത്ത ശാപം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു 100 തലമുറയുടെ കണ്ണീർ നമ്മൾ ഒപ്പണം. അവരുടെ ദുഃഖമകറ്റി ആശ്വസിപ്പിക്കണം. എല്ലാം ഭഗവാനിൽ അർപ്പിക്കട്ടെ. എല്ലാവരിലും നന്മയുണ്ടാവട്ടെ. എല്ലാത്തിലും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം നമുക്ക് മുന്നിൽ വെച്ച സംസ്കാരത്തിൽ നമ്മൾ വിശ്വസിച്ചു തുടങ്ങുക. എല്ലാവരിലും നന്മ തന്നെ വന്നു ചേരും. സ്വാമിയുടെ ഹരിവരാസനം പാടിക്കൊണ്ട് തന്നെ ഇന്നത്തെ ജ്യോതിർഗമയ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ അറിവിലുള്ള തുച്ഛമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്നെ സേവിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ലണ്ടൻ മലയാളം റേഡിയോ ജ്യോതിർഗമയ. ഞാൻ കണ്ണൻ രാമചന്ദ്രൻ. നന്ദി, നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയസത്യകം പ്രാണനായകം പ്രണ
പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാപഹം ഭാവുകാവകം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പഞ്ചാദ്രീശ്വരി മംഗളം ഹരിഹര പ്രേമാകൃതേ മംഗളം പിഞ്ചാലങ്കൃതമംഗളം. 'പിഞ്ചാലങ്കൃതമംഗളം' 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 '
പഞ്ചാസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചാസ്ത്രോപമ മംഗളം ശ്രുതിശിരോലങ്കാര സന്മംഗളം